ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് പിറവം അരീക്കലിലുള്ള വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. റോഡ് സൈഡാണ്, എന്നാലും തൊട്ടപ്പുറത്ത് തന്നെ ഒരു പേം പാർക്കുണ്ട്. അവിടെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് 20 രൂപ ഒരു പാസ് എടുത്തിട്ട് നേരെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാട്ടർഫാളിൻ്റെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടരികിൽ തന്നെ പ്ലാസ്റ്റിക് എവിടെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാന്ന് വെച്ചാൽ അത്യാവശ്യം താഴത്തേക്ക് ഇറങ്ങാനുണ്ട്, കുറേ പടികളുണ്ട്. ആ പടികളിൽ ഇറങ്ങിയാണ് നമ്മൾ താഴത്തേക്ക് പോകുന്നത്. പടികളുടെ എണ്ണം ഞാൻ കൃത്യമായിട്ട് എണ്ണയില്ല. അത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി താഴത്ത് പോയി വെള്ളച്ചാട്ടത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും തൊട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ കുറേ മരങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്ന ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി നമുക്ക് കുളിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. അതിനുശേഷം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട്. അതൊക്കെ എവിടെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ താഴെ ചെന്നിട്ട് കാണാം. പാമ്പാക്കുട പഞ്ചായത്തിൻ്റെ കീഴിലാണ് കേട്ടോ ഈ അരീക്കൽ വെള്ളച്ചാട്ടം വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും അത്യാവശ്യം ടയേർഡ് ആകുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കണം സൈഡിൽ ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ റെസ്റ്റൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. കണ്ടോ, ഒരു ചേട്ടൻ ഇരിക്കണ്ട ഇതേപോലെയൊക്കെ ഇരുന്ന് നമുക്ക് ആ പച്ചപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതേപോലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നൈസായിട്ട് സെൽഫിയും ഇതൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ അത്യാവശ്യം ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ഇതുപോലെ തോന്നി. നമുക്ക് ഇറങ്ങുമ്പോൾ വലിയ എത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ലെങ്കിലും ഇതേപോലെ സ്റ്റെപ്പ് തിരിച്ച് കയറുമ്പോൾ അത്യാവശ്യം കാലൊക്കെ വേദന എടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കയറി ഇറങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഈ നേരെ ഇറങ്ങി ചെല്ലുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോൻ്റെ ആദ്യം തന്നെ. നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സൗകര്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പാലം വഴി നേരെ ചെല്ലുന്ന ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അതേപോലെ നമുക്ക് ഇതുവഴി നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഏരിയ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് കാണുന്നതിന് ബാത്റൂം കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടുന്ന് സൈഡിലേക്ക് ചെറിയൊരു വഴിയുണ്ട്. ആ വഴി നമുക്ക് നടന്ന് അവിടെ വരെ പോയി നോക്കാം എന്താ സംഭവം എന്നറിയാമല്ലോ. അപ്പോൾ ചെറിയൊരു വഴിയാണ് കേട്ടോ, ഒരു ഇടനാഴി പോലെ. ഇതിലൂടെ നേരെ കുറച്ച് അങ്ങ് പോകാനുണ്ടെന്ന് തോന്നണം. ഒന്ന് കയറി നോക്കാം. കണ്ടോ, രണ്ട് സൈഡിലിങ്ങനെ ഈ കൈവിരി പോലെയൊക്കെ പണിത് വെച്ചാൽ കാരണം കുഴപ്പമില്ല. തൊട്ട് ഇപ്പുറത്ത് വാഴ കൃഷിയൊക്കെ ആയിട്ടാണോ, വാഴ കൃഷിയുണ്ട്. അങ്ങനെ വേറെ എന്തൊക്കെ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടം വരെ വന്നിട്ട് വേറെ ഒന്നും കാണുന്നില്ല. എന്നാലും മറ്റം വരെ ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. മഴ സീസണിൻ്റെ ടൈമിനാണ് പോയെങ്കിലും കാര്യമായ മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട്. ഞാനിത് ഇവിടെ ഇപ്പോൾ വരുന്നത് 2-3 തവണ വന്നു. അപ്പോൾ ആ നേരത്തെ വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളവും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരത്തെ ആ ഒരു ഭംഗി ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വഴി നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഷട്ടറാണെന്ന് തോന്നണം കേട്ടോ. വെള്ളമൊക്കെ കയറി കഴിയുമ്പോൾ തുറന്നു വിടാൻ വേണ്ടി ഒരു ഷട്ടർ പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തന്നെ. അപ്പോൾ ഈ ലെവൽ വരെയൊക്കെ വെള്ളം വരും. അപ്പോൾ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഷട്ടർ തുറക്കുമെന്ന് തോന്നണം. അതിനായിരിക്കാം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഇങ്ങോട്ടും കുറച്ച് വഴി കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ നോക്കാം. ഓ, ഇതിലേ നടന്ന് നേരെ പോയി കഴിഞ്ഞാൽ ആ വെള്ളം ഈ താഴെ കൂടിയായിട്ട് ഒഴുകി പോകണമെന്ന് കേട്ടോ. അത് പോകുന്ന ആ വെള്ളം പോകുന്ന റൂട്ടായിട്ട് കാണിച്ചേക്കണം. ഓ, ഇതൊരു ഈ റോഡിൽ വന്ന് കയറുമല്ലേ. ഓ, അപ്പോൾ ഇതുവഴിയും എനിക്ക് തോന്നുന്നു എൻട്രൻസ് ഉണ്ടെന്ന് തോന്നണ്ട.
അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. എനിക്കാണ് ഇതുവഴിയും വന്നാൽ കയറാമെന്ന് തോന്നണം. ഇവിടെ ഒരു എക്സോട്ടിക് ബാറ്റ് പാർക്കിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പാറടി സൈഡിൽ കൂടെയൊക്കെ വെള്ളം വരുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വെള്ളം നല്ല രീതിയിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ അല്ല ഇത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെള്ളത്തിലിറങ്ങാം. അപ്പോൾ ഇവിടെയാണ് ഡ്രസ് ചേഞ്ചിങ്ങുള്ള സൗകര്യമുള്ളത്. കൂടുതൽ വീഡിയോ നമുക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. വെച്ചാൽ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ഉള്ള കാരണം നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് ആ വെള്ളം ഇതൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലോങ്ങിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.